പിതാവ് മരിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് മെസ്ലി അത് കണ്ടെത്തിയത്. വർഷങ്ങളുടെ നിശബ്ദതയിൽ പൊടിപുരണ്ട് കോണുകൾ തേഞ്ഞ പഴകിയ തുകലിൽ തീർത്ത പിതാവിന്റെ സ്യൂട്ട് കേസ്. അത് തുറന്നപ്പോൾ മുഹമ്മദ് കണ്ടത് വസ്ത്രങ്ങളോ കുടുംബ വിവരണങ്ങളോ ഒന്നുമായിരുന്നില്ല. നോട്ട്ബുക്കുകൾ, ഔദ്യോഗികമായ കത്തുകൾ, മങ്ങിയ കറുപ്പും വെളുപ്പുമുള്ള ഫോട്ടോഗ്രാഫുകൾ. ആ കടലാസുകളിൽ ചിതറിക്കിടക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ഭൂതകാല ജീവിതം കൂടി അവന് മുന്നിൽ അനാവൃതമായി. അത് വായിച്ചു തുടങ്ങിയപ്പോൾ മുമ്പ് കുറച്ചൊക്കെ അപരിചിതനായിരുന്ന അവന്റെ അച്ഛൻ അവന് മുന്നിൽ മിഴിവോട് നിന്നു. അബ്ദുൽ ഖാദിർ മെസ്ലി. അബ്ദുൽ ഖാദിർ അൾജീരിയയിൽ നിന്നുള്ള ഒരു അനാഥനായിരുന്നു. അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ 17-ാം വയസ്സിൽ അദ്ദേഹം കടൽ കടന്ന് പാരീസിലെത്തി. കപ്പൽ ഡോക്കുകളിൽ ജോലി ചെയ്തു. പിന്നീട് ഒരു മരപ്പണിക്കാരനായി. ഉപജീവനത്തിനായി കൽക്കരിപ്പൊടി ശ്വസിച്ചുകൊണ്ട് ബെൽജിയത്തിലെ ഖനികളിൽ ജോലി ചെയ്തു. എന്നാൽ 1930-കളോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. പാരീസിലെ ഗ്രാൻഡ് മോസ്കിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇമാമുകളിൽ ഒരാളാവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഫ്രാൻസിലെ ഏറ്റവും പഴക്കമേറിയ പള്ളി, അന്തസ്സിന്റെയും പ്രാർത്ഥനയുടെയും ആത്മീയമായ ഇടം. താമസിയാതെ അത് പക്ഷേ പ്രതിരോധത്തിന്റെ കൂടി ഒരു ഗേഹമായി മാറുകയായിരുന്നു. 1940 ജൂൺ പാരീസിലെ തെരുവുകളിലൂടെ നാസികൾ മാർച്ച് ചെയ്തു. കനത്ത ബൂട്ടുകളുടെ ശബ്ദം. ഫ്രഞ്ച് കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ സ്വസ്തികയുടെ ചിഹ്നം പാറിപ്പറന്നു. നാസി അധിനിവേശമായിരുന്നു അത്. ഫ്രാൻസിലെ ജൂത സമൂഹത്തെ അറസ്റ്റ് ചെയ്യുക, നാട് കടത്തുക, ഉന്മൂലനം ചെയ്യുക തുടങ്ങിയ നാസി എജന്റുകളെ കൂടി അടയാളപ്പെടുത്തിയ കാലമായിരുന്നു അത്. പാരീസിലെ അൾജീരിയൻ തൊഴിലാളികൾക്കിടയിൽ കൈമാറപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുറിപ്പ് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം പാരീസിലെ ജൂതന്മാരെ അറസ്റ്റ് ചെയ്തു. വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ, നമ്മളെപ്പോലുള്ള പ്രവാസികളായ തൊഴിലാളികളാണവർ. അവർ നമ്മുടെ സഹോദരന്മാരാണ്. അവരുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളെ പോലെയാണ്. അവരുടെ കുട്ടികളിൽ ഒരാളെ നിങ്ങൾ അനാഥരായി കണ്ടാൽ അവർക്ക് അഭയം നൽകണം. എൻ്റെ സഹോദര, നിങ്ങളുടെ ഹൃദയം ഉദാരമാണ്. അത് വാക്കുകളെക്കാൾ പ്രവർത്തനത്തിനുള്ള ഒരു ആഹ്വാനമായിരുന്നു. ഫ്രഞ്ച് കോളനിവൽക്കരണത്തെ അതിജീവിച്ച മുസ്ലിം അൾജീരിയക്കാർക്ക് പീഡിപ്പിക്കപ്പെടുന്ന ജൂതന്മാരോട് സഹാനുഭൂതി സ്വാഭാവികമായിരുന്നു. പാരീസിലെ ഗ്രാൻഡ് മോസ്ക് അങ്ങനെ ജൂത ജനതയ്ക്ക് ഒരു അഭയസ്ഥാനമായി മാറി. അതിന്റെ കൽഭിത്തികൾക്ക് പിന്നിൽ മങ്ങിയ ഇണ്ണവിളക്കുകൾ കത്തിച്ച ശാന്തമായ ഇടനാഴികളിൽ മുസ്ലിങ്ങൾ ജൂത കുടുംബങ്ങൾക്ക് അഭയം നൽകി. ഇമാം അബ്ദുൽ ഖാദിർ തന്റെ സ്ഥാനം അപകടകരമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ജൂതന്മാർ മുസ്ലിങ്ങളാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി വ്യാജരേഖകൾ അദ്ദേഹം തയ്യാറാക്കി അവർക്ക് നൽകി. ഈ രേഖകൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിന്ന് നിരവധി ജൂത കുടുംബങ്ങളെയാണ് രക്ഷിച്ചത്. അധികാരികൾ ഇത് മനസ്സിലാക്കിയതോടെ അവർ ഒരു ഔദ്യോഗികമായ ആവശ്യം പള്ളിക്ക് അയച്ചു. ഈ ഇമാമുകളെ ശിക്ഷിക്കുക. പള്ളിയുടെ റക്ടർ ഒരു വഴി കണ്ടെത്തി. അബ്ദുൽ ഖാദറിന്റെ ചുമതലകൾ ഒഴിവാക്കുന്നതിന് പകരം മുസ്ലിം യുദ്ധത്തടവുകാരെ ഉപദേശിക്കുന്ന ബോർഡോ ജയിലിലേക്ക് അവർ അദ്ദേഹത്തെ അയച്ചു. അവിടെയും അബ്ദുൽ ഖാദിർ വ്യാജ രേഖകൾ നിർമ്മിച്ചു. നിരവധി പേരെ നാസി കുരുക്കുകളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെടാൻ അതുവഴി അദ്ദേഹം സഹായിച്ചു. ഏതാണ്ട് 1000കണക്കിന് ജൂത കുടുംബങ്ങളെയാണ് ഈ വിധത്തിൽ അദ്ദേഹം രക്ഷിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു. ഒടുവിൽ ക്രൂരതയ്ക്ക് പേരുകേട്ട മൗത്തൗസെന്നിലെ ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ അവർ നാടുകടത്തി. അതൊരു ജയിൽ മാത്രമായിരുന്നില്ല, മരണത്തിന്റെ ഒരു ഫാക്ടറി ആയിരുന്നു. തടവുകാരെ പട്ടിണിക്കിട്ടും പീഡിപ്പിച്ചും പണിയെടുപ്പിച്ചിരുന്ന ഇടം. അബ്ദുൽ ഖാദിർ എല്ലാം സഹിച്ചു. അദ്ദേഹം ഒരിക്കലും തന്റെ സഹ ഇമാമുകളെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായില്ല. ഒരു പേര് പോലും പറഞ്ഞില്ല. 1945 US സൈന്യം മൗത്തൗസെന്നിലെത്തി. അവർ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അബ്ദുൽ ഖാദിറിനെ പുറത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാരം വെറും 66 പൗണ്ട് മാത്രമായിരുന്നു. അദ്ദേഹം പൂർണ്ണമായി എല്ലും തോലും മാത്രമായി കഴിഞ്ഞിരുന്നു. തന്റെ പിതാവിന്റെ ഭൂതകാലം പുറത്തു കൊണ്ടുവന്ന ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് മെസ്ലി പറയുന്നത് ഇങ്ങനെയാണ്: ഈ കഥകൾ മറക്കാതിരിക്കേണ്ടത് പ്രധാനമാണ്. ഈ കഥയ്ക്ക് ഇന്ന് എന്നത്തേക്കാളും കൂടുതൽ പ്രാധാന്യമുണ്ട്. ജൂതന്മാരെയും മറ്റുള്ളവരെയും നാസി ക്രൂരതകളിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തിയ പാരീസ് ഗ്രാൻഡ് മോസ്കിലെ ഒരു കൂട്ടം മുസ്ലിങ്ങളുടെ ഇമാമുകളുടെ ചരിത്രം മറന്നുപോയ കഥയാണിത്.